ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഗർ ലേണിംഗ്. സോ മക്കളെ, 10ാം ക്ലാസ് മാത്സിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സുമായിട്ടാണ് ഞാൻ വന്നുള്ളത്. പല മക്കളും പലപ്പോഴും പറയാറുണ്ട്, സാറേ ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്സ് അറിയാത്തതുകൊണ്ടാണ്. സോ കൃത്യമായിട്ട് പഠിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതറിയാതെ നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്സിൽ കൃത്യമായിട്ട് ഒരു പ്രോബ്ലം പോലും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ സിമ്പിൾ ആയിട്ട് എല്ലാ ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ബേസിക്സുമാണ്. സോ കൃത്യമായിട്ട് എന്താക്കുക, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്രാക്ഷൻസ് വരുമ്പോൾ പല മക്കളും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാറുണ്ട്. സോ മക്കളെ, ഈ ഒരൊറ്റ വീഡിയോയിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചാൽ തന്നെ പല പ്രോബ്ലംസും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കണേ. സോ മക്കളെ, ഇതാ പിടിച്ചോ. ഒന്നാമതായിട്ട് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, കൂട്ടാനും കുറയ്ക്കാനും രണ്ട് പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് സെയിം സൈൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോൾ രണ്ട് നമ്പേഴ്സും സെയിം സൈൻ ആണെങ്കിൽ then add the numbers and give the sign of the numbers. അതായത് ആ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്ത് ഏതാണോ സൈൻ ആ സൈൻ ആ നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിക്കോട്ടോ. ഈ രണ്ട് പോയിന്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡിഫറെന്റ് സൈൻ. Then find the difference of numbers and give the sign of large number. രണ്ടും ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന് ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പറിന്റെ ചിഹ്നം കൊടുക്കാനാ പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. 4 എക്സാമ്പിൾ. ഈ 4 എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ ഭാഗത്ത് വരുന്ന ഒരു പ്രോബ്ലം പോലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ഒരു പ്രോബ്ലം പോലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരരുത്. സോ മക്കളെ, ഇതാ പിടിച്ചോ. ഒന്നാമത് 12 + 15. സിമ്പിൾ ആണ്, നമുക്കറിയാം. 12 + 15 17 ഓക്കെ. രണ്ടാമത് -12 -15. എടാ, നമ്മൾ രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് വലിയ ഏതാണോ സൈൻ വരുന്നത് ആ സൈൻ കൊടുത്താൽ മതി. ഇത് രണ്ടും പോസിറ്റീവ് ആണ്, സോ പോസിറ്റീവ് 17 ആയിട്ട് മാറി. ഇത് രണ്ടും നെഗറ്റീവ് ആണ്, സോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. 12 15 ആഡ് ചെയ്താൽ 17 ആണ് വരിക. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് 17. വളരെ സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നോക്കാം അടുത്തത് 12 - 15. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്, വ്യത്യാസം, അതെങ്ങനെ കണ്ടുപിടിക്കാം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കൊടുത്താൽ മതി. അതായത് 15 - 12 ചെയ്താൽ എന്ത് കിട്ടും? 3 ആണ് വരിക. പക്ഷെ ഇവിടെ ആൻസർ 3 ആണോ? അല്ല. വലിയ നമ്പർ ഏതാണ്? വലിയ നമ്പർ 15 ആണ്. അതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ -3 ആണ് ആൻസർ വരിക. ഇനി അതേപോലെ തന്നെ -12 + 15. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? രണ്ട് നമ്പേഴ്സിൽ ഒരു നമ്പർ നെഗറ്റീവ് ഒരു നമ്പർ പോസിറ്റീവ് ആണ്. സോ ഡിഫറൻസ് കണ്ട് വലിയ നമ്പറിന്റെ ചിഹ്നമാണ് കൊടുക്കേണ്ടത്. ഡിഫറൻസ് എത്ര വരിക? 12 15 ഡിഫറൻസ് 3 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി വലിയ നമ്പർ ആരാ? 15 ആണ്. അതിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. സോ +3 എന്നാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോൾ പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടത്. സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ -31 - 18. എടാ, രണ്ടും നെഗറ്റീവ് സൈൻ ആണ്, സെയിം സൈൻ ആണ്. സോ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്താൽ മതി. 31 + 8 39 ആണ്. അറിയാവുന്ന കാര്യമാണ്. സോ 39 ഈക്വൽ ടു നെക്സ്റ്റ് എന്താണ്? -39 ആൻസർ കിട്ടി. നെക്സ്റ്റ് -52 + 25. രണ്ടും നമ്പേഴ്സിൽ ഒരു നമ്പർ നെഗറ്റീവ് ഒരു നമ്പർ പോസിറ്റീവ് ആണ്. സോ ഡിഫറൻസ് കണ്ട് വലിയ നമ്പറിന് സൈൻ കൊടുക്കുക. 52ന്റെയും 25ന്റെയും ഡിഫറൻസ് എത്രയാണ്? 27 ആണ്. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 52 - 25 ചെയ്താൽ മതി. 27 എന്ന് കിട്ടും. ഇനി നമ്മൾ 27 എഴുതിയാൽ ആൻസർ ആയോ? ഇല്ല, ഒരിക്കലും ആൻസർ ആയില്ല. സൈൻ ഏതാ വരിക? സൈൻ നോക്കേണ്ടത് 52 ആണ് വലിയ നമ്പർ. അതിന്റെ സൈൻ നെഗറ്റീവ് ആണ്. സോ -27 ആണ് ആൻസർ വരിക. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. -13 + 31. അതായത് രണ്ടും ഡിഫറെന്റ് സൈൻ ആണ്. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്. സെയിം പ്രോസസ്. രണ്ട് നമ്പേഴ്സിന്റെയും ഡിഫറൻസ് 13ന്റെയും 31ന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ചാൽ 18 എന്ന് കിട്ടുന്നു. ഇനി വലിയ നമ്പർ ഏതാ? 31 ആണ്. അതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ +18 എന്ന് വരുന്നു. ഈക്വൽ ടു നെക്സ്റ്റ് 23 - 35. എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഡിഫറൻസ് കാണുന്നു. 23ന്റെയും 35ന്റെയും ഡിഫറൻസ് കാണാൻ നമുക്കറിയാം. 35 - 23 ചെയ്താൽ മതി. 12 വരുന്നു. സോ ഡിഫറൻസ് വ്യത്യാസം 12 ആണ്.
ഇനി വലിയ നമ്പർ ഏതാ? വലിയ നമ്പർ 35 ആണ്, അതിന്റെ സൈൻ മൈനസ് ആണ്. സോ -12 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സെറ്റ് അല്ലടാ? അങ്ങനെയാണെങ്കിൽ DIY നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്തെന്നാക്കുക, സെറ്റാക്കി വെക്കുക. സോ അഡീഷൻ സബ്ട്രാക്ഷനിൽ ഇത്രയും കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനിയാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ. ഇവിടെ ആക്ച്വലി ഞാൻ ഇവിടെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ വരുന്നത്. നിങ്ങൾ നോക്കിക്കേ, രണ്ട് നമ്പേഴ്സ് 5 × 3 ചെയ്തപ്പോൾ +15. രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ -5 × -3 ചെയ്തപ്പോൾ +15. അതായത് രണ്ടും സെയിം സൈൻ. ഇവിടെ നോക്കിക്കേ, രണ്ടും സെയിം സൈന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15 പോസിറ്റീവ് ആണ്. അതേപോലെ രണ്ട് നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15 പോസിറ്റീവ് ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതായത് രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആണെങ്കിലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും, രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണെങ്കിലും ആൻസർ എന്തായിരിക്കും വരിക? പോസിറ്റീവ് ആയിരിക്കും വരിക. ഇനി രണ്ട് ഡിഫറൻറ്റ് സൈൻ ആണ്. അതായത് ഒരു പോസിറ്റീവ്, ശ്രദ്ധിക്കണേ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. 5 × -3 നമുക്കറിയാം, 5 × 3 നമുക്കറിയാം, 5 × 3 നമുക്കറിയാവുന്ന കാര്യമാണ്, 15 ആണ്. സോ ഇവിടെ നോക്കേണ്ടത് 5 × -3 ആണ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 5 × 3 15 അതുപോലെ എഴുതി വെക്കുന്നു. റെഡി അല്ലേ? ഇനി അതേപോലെ നേരെ തിരിച്ചു വരുന്നു. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പം -5 × 3 15 അതുപോലെ എഴുതി വെക്കുന്നു. സോ സിമ്പിൾ ആണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ കേസിൽ സെയിം റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു 4 പോയിന്റ്സ് ഞാനിതാ ഇവിടെ എഴുതാൻ പോകുന്ന 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഒരു പോസിറ്റീവ് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു പോസിറ്റീവ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസറിലും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സെറ്റ് അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരു നെഗറ്റീവ് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നു നെഗറ്റീവ് നമ്പർ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? അതും പോസിറ്റീവ് ആയിട്ട് മാറും. സെറ്റ് ആണല്ലോ? ഇനി അടുത്തെന്താ വരുന്നത്? ഒരു പോസിറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയാലും ഈ സെയിം റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. ആരെ കൊണ്ടാണ് ചെയ്യുന്നത്? നെഗറ്റീവ് കൊണ്ടാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ വരിക. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ, ഒരു നെഗറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു പോസിറ്റീവ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് ആയിരിക്കും വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ, ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന് സെറ്റ് ആയിട്ട് മാറും. ഇനി ഇതിൽ തന്നെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസ് വരാറുണ്ട്. അത് നമ്മൾ എന്താക്കുന്നു? സെറ്റ് ആക്കാൻ പോട്ടോ. സോ ഇവിടെ പ്രാക്ടീസ് ടൈമിൽ ഒരു 6 ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. സോ മക്കളെ, 6 × 7 നമുക്കറിയാം 42 ആണ്. 6 × 7 42 ആണ്. പക്ഷേ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? നെഗറ്റീവ് നമ്പർ ആണ്. സോ -42. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? -8 × -9. രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. സോ 8 × 9 നമുക്കറിയാം 72 ആണ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറിൽ പോസിറ്റീവ് ആയിരിക്കും വരിക. മൾട്ടിപ്ലിക്കേഷൻ ആട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ, -3 -+8. യെസ്, ഇവിടെയാണ് പല ആൾക്കാരും കൺഫ്യൂഷൻ അടിക്കുക. അതായത് ഇവിടെ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യണോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ യൂസ് ചെയ്യണം? അതാണ് എൻ്റെ ചോദ്യം. എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് സൈൻ ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? അത് നെഗറ്റീവാണ്. നമ്മളിതാ നേരത്തെ പഠിച്ചു, ഈ കാണുന്ന ഇതിൽ പഠിച്ച ആ സെയിം പോയിന്റാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് -3 അതേപോലെ എഴുതി വെക്കാം. ഇങ്ങനെ രണ്ട് സൈൻ വന്നല്ലോ, ഇവ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരേണ്ടത്? അത് നെഗറ്റീവ് അല്ല വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൈൻ എന്തായിട്ട് മാറും അറിയോ? നെഗറ്റീവ് ആയിട്ട് മാറും. നെഗറ്റീവ്. പിന്നെ എന്താ ഉള്ളത്? 8 ഉണ്ട്. അപ്പൊ -3 -8 വന്നു. ഈ -3 -8 കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം അഡീഷൻ സബ്ട്രാക്ഷൻ പഠിച്ചതല്ലേ? സോ -3 -8 രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ നമ്മൾ എന്താക്കുന്നു? ആഡ് ചെയ്യുന്നു, സൈൻ കൊടുക്കുന്നു. 3 + 8 എന്താണ്? 11 ആണ്. സോ നെഗറ്റീവ് 11 ആയിട്ട് മാറുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ നോക്കാം, കൃത്യമായിട്ട് കാണാൻ പറ്റും. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വരുന്നു. നമ്മൾ ഏത് റൂൾ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ റൂള്. രണ്ട് നെഗറ്റീവ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് വരിക. സോ അങ്ങനെ രണ്ട് നെഗറ്റീവ് വന്നാൽ ഇയാൾ എന്തായിട്ട് മാറും അറിയോ? പോസിറ്റീവ് ആയിട്ട് മാറും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല മക്കളും തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ -9 ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. -9 മൈനസും മൈനസും വന്നാൽ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. പ്ലസ് പിന്നെ 17 ഉണ്ട്. സോ -9 + 17 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നാൽ എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ട് വലിയ നമ്പറിന് സൈൻ കൊടുക്കണം. 9ന്റെയും 17 ഡിഫറൻസ് എത്രയാണ്? അത് 8 ആണ് വരിക. ഇനി വലിയ നമ്പർ ഏതാ? 17 ആണ്. അതിന്റെ സൈൻ പ്ലസ് ആണ്. സോ +8 എന്ന് വന്നു. സെറ്റ് അല്ലേ? അടുത്തത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിക്കേ, 3 + -7 പ്ലസും മൈനസും വന്നാൽ മൈനസ് ആയിട്ട് മാറുന്നു. സോ
3 മൈനസ് 17 വരുന്നു. 3 മൈനസ് 17 ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് കാണുന്നു. 17ന്റെയും 3ന്റെയും ഡിഫറൻസ് എത്രയാണ്? 14 സൈൻ ഏതാ വരിക? മൈനസ് വരിക. 17 വലുത്. 17 സൈൻ എന്താണ്? മൈനസ് ആണ്. സോ -14 വന്നു. ഈക്വൽ ടു നെക്സ്റ്റ് വൺ. ആറാമത്തത് 5 മൈനസ് -6. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ ഇങ്ങനെ വന്നാൽ പ്ലസ് ആയിട്ട് മാറും, ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ പ്ലസ് ആയിട്ട് മാറും. സോ 5 + 6 16 ആയിട്ട് മാറുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 21 എന്ന് കിട്ടി. ഇത് സെറ്റിലടാ. എടാ ഇങ്ങനെയാണ് ഇത് ചെയ്തു വെക്കേണ്ടത്. പല ആൾക്കാരും കൺഫ്യൂഷൻ ഒരു ഭാഗമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മക്കളെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി DIY ഡു ഇറ്റ് യുവർ സെൽഫ് നിങ്ങൾ എന്താക്കുക? ചെയ്ത് ആൻസർ കണ്ടെത്തുക. ഇത് ചെയ്താൽ സെറ്റായി മാറിക്കോളും. ഓക്കെ, ഇനി നമ്മൾ എന്താക്കി? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെയും ഐഡിയ മനസ്സിലായി. എടാ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വന്നാൽ സെയിം റൂൾ ആ ഫോളോ ചെയ്യുന്നത് കേട്ടോ. നമ്പേഴ്സിൽ സെയിം റൂൾ ആണ് ഫോളോ ചെയ്തത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്തിട്ട് സൈൻ ഏതാ വരേണ്ടത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഫ്രാക്ഷൻസ് ആണ്. ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് ഭിന്നസംഖ്യകൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ വന്നാൽ രണ്ട് ഭിന്നസംഖ്യയുടെയും രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ ഛേദം ചെക്ക് ചെയ്യുക. രണ്ടിന്റെയും ഛേദം സെയിം ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം. ഛേദം അതുപോലെ എഴുതി വെക്കാം, ഡിനോമിനേറ്റർ അതുപോലെ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്താക്കാം? അംശം ന്യൂമറേറ്റർ എന്താക്കുന്നു? ഇതേപോലെ 1 എഴുതുന്നു. ഫസ്റ്റ് ന്യൂമറേറ്റർ 1. പിന്നെ ഇവിടെ ഏതാണോ ഓപ്പറേഷൻ അത് അതുപോലെ എഴുതി വെക്കാം. 1 പ്ലസ്, പിന്നെ രണ്ടാമത്തെ ന്യൂമറേറ്റർ 8 ആണ്. 1 + 8 1 + 8 9 ആണ്. സോ 9/3. 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെയും ഛേദം ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഈക്വൽ ടു ഛേദം 5 തന്നെ, ഡിനോമിനേറ്റർ 5 തന്നെ. ന്യൂമറേറ്റർ ഒന്നാമത്തെ ന്യൂമറേറ്റർ അംശം ഇവിടെ എങ്ങനെ ഇരുന്നു? ഇവിടെ ഏതാ ഓപ്പറേഷൻ? മൈനസ് ആണ്. സോ മൈനസ് വരുന്നു. 2 - 1 ഈക്വൽ ടു 2 - 1 1 ആണ്. 1/5 വന്നു. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഛേദം ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ LCM എടുക്കുക എന്ന് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പല ആൾക്കാരും യൂസ് ചെയ്യാറുള്ളത്. LCM എടുക്കുന്നത് അതിനേക്കാൾ സിമ്പിൾ ആണ്. പക്ഷെ എല്ലാ കേസിലും LCM എടുക്കാൻ പറ്റില്ല. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ എന്താക്കുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3/8 - 2/4 ആണ്. ഇവിടെ രണ്ടാമത്തെ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൽ 4, ഒന്നാമത്തെ ഫ്രാക്ഷനിൽ 8. നമുക്കറിയാം 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആയിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ ഛേദം സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കാണുന്ന ഫ്രാക്ഷന് ഭിന്നസംഖ്യയെ 4നെ 2 കൊണ്ടും 2നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് സെയിം ഈക്വൽ ഫ്രാക്ഷൻ കിട്ടാൻ കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 3/8 അതുപോലെ എഴുതിച്ചു മൈനസ് 2 × 2/4 × 2 ഈക്വൽ ഫ്രാക്ഷൻ. 2 × 2 എന്താണ്? 4 ആ വരിക. /4 × 8 ആയിട്ട് മാറുന്നു. എന്തിനാ എങ്ങനെ ചെയ്തത്? രണ്ടിന്റെയും ഛേദം ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ 8 വന്നു. 3 - 4 വരുന്നു. 3 - 4 -1 ആണ്. -1/8 എന്ന് കിട്ടി. ഇത്രയും സിമ്പിൾ ആണ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് പല ആൾക്കാർക്കും എല്ലാ സമയത്തും ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ആ സമയത്ത് നിങ്ങൾ എന്താക്കുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഈ കാണുന്ന ക്വസ്റ്റ്യനിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആൻസർ കിട്ടും. അതേപോലെ ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം? ഈ 4നെ 8 ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. 4ന്റെയും 8ന്റെയും LCM എന്ന് പറഞ്ഞാൽ 8 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് 1/3 + 6/7. ഇവിടെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഛേദം 3ഉം 7ഉം ആണ്. ഇവരുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 21 വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് കുറച്ചും നല്ലത്. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒന്നാമത്തെ ഫ്രാക്ഷൻ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററും 1 × 7. ആദ്യം അംശം ന്യൂമറേറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ, അതേപോലെ രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 1 × 7. പിന്നെ ഇവിടെ ഏതാണോ ഓപ്പറേഷൻ വരുന്നത് അത് അതുപോലെ എഴുതി വെക്കാം. സോ പ്ലസ് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ ന്യൂമറേറ്ററും ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നു. 1 × 6. ഇപ്പോൾ 1 × 6. ന്യൂമറേറ്റർ അംശത്തിന് ഇത്രേ ചെയ്യാനുള്ളൂ. അംശം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഛേദം കിട്ടണം. ഛേദം കണ്ടുപിടിക്കാൻ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ ഛേദം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3 × 7 ഈക്വൽ ടു 1 × 7 7 ആണ്. അതേപോലെ തന്നെ 1 × 6 എന്താണ്? 3 അല്ലേ വരുന്നത്? 1 അല്ലല്ലോ ഇവിടെ 3 അല്ലേ?
3 into 6 ആണ്. സോ 3 into 6 എത്രയാണ്? 18 ആണ്. ബൈ 3 into 7 21 ആണ്. 7 plus 18 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 by 21 വരുന്നു. സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, ചെയ്തു വെക്കേണ്ടത്. ഇവിടെ നോക്കണേ 3 into 6 ആണ്. സോ 3 into 6 ഇങ്ങനെ ചെയ്താൽ മാത്രം മതി, നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ നെഗറ്റീവ് വരുമ്പോൾ, മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം. ഇതേപോലെ തന്നെ ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ, രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 9 into 3. ഇനി ഇവിടെ ഏതാ ഓപ്പറേഷൻ? മൈനസ് ആണ്. സോ മൈനസ് അതേപോലെ കൊടുക്കാം. ഇനി അതേപോലെ ഒന്നാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷൻ ന്യൂമറേറ്ററും 5 into 4. സോ 5 into 4 ബൈ അംശം കിട്ടിക്കഴിഞ്ഞു, ന്യൂമറേറ്റർ കിട്ടി, ഛേദം കിട്ടാൻ രണ്ട് ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 5 into 3 ഈക്വൽ ടു 9 into 3 എന്താണ്? 27 ആണ്. 9 into 3 27, 5 into 4 20. സോ 27 minus 20 by 5 into 3 15 ആണ്. 27 minus 27 ആണ്. 7 by 15 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കുക. അരിത്മെറ്റിക് സീക്വൻസിലൊക്കെ ഇതിന് യൂസ് വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താക്കുക, പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം. ഇനി അതേപോലെ തന്നെ ഇതുപോലെ ബേസിക്സിന്റെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ നമ്മളോട് പറയുക ഇനിയും ബേസിക്സ് വീഡിയോ വേണമെന്ന്. അപ്പോൾ ബേസിക്സിന്റെ വീഡിയോ ചെയ്യും. അതേപോലെ തന്നെ ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിന്റെയും അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, DIY. 2 ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തി നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.